ഫോർമാലിറ്റീസ് പറഞ്ഞുതരാം. അതിൽ ഓൾറെഡി ഉള്ളൊരു കാര്യമാണ്. നിങ്ങൾ 3 ബ്രാഞ്ചിലുണ്ടാവും. ഏത് സാഹചര്യത്തിൽ ചിലപ്പോൾ ബ്രാഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഡിപ്പാർട്ട്മെന്റ് അല്ല, ബ്രാഞ്ച്. പക്ഷെ നിങ്ങളുടെ സാലറിയിലോ നിങ്ങൾക്ക് കിട്ടുന്ന ഫാസിലിറ്റിയിലോ കാര്യങ്ങളൊന്നും യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ വേറെ ബ്രാഞ്ചിലേക്ക് കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും. ഓക്കെ. ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ എമർജൻസി ലീവോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ HR ത്രൂ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ആനുവൽ ലീവിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺട്രാക്ട് പരമായ കാര്യങ്ങളാണ് ചെയ്യുക. സോ ഈ 2 years ആയിട്ട് നിങ്ങളുടെ കോൺട്രാക്ട് പീരീഡ് 2 yearsന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മുന്നേ പോകുന്ന കാര്യങ്ങളല്ലേ അതിലെല്ലാ കമ്പനിയും റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിരിക്കും. എമർജൻസി കേസും കാര്യങ്ങളുണ്ട്. നിങ്ങൾ എമർജൻസി ആയിട്ടുള്ള ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്തതിനു ശേഷം HR ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിംഗ് മാനേജർ, നിങ്ങൾക്ക് ഓരോ സൂപ്പർവൈസർ റിപ്പോർട്ടിംഗ് മാനേജർ ഉണ്ടാവും. അവിടെ അപ്രൂവൽ കിട്ടിയതിനു ശേഷം നമ്മളായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഇതാണ് നോർമൽ ആയിട്ടുള്ള നമുക്ക് ചെയ്യാനുള്ള ജസ്റ്റ് ഫോർമാലിറ്റീസ്. ദെൻ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ നമുക്ക് ഓരോ തരത്തിൽ എത്തിയാണ്. ഇപ്പോൾ സെയിൽസ്മാൻ ഓക്കെ, സെയിൽസ്മാൻ നമുക്ക് സെയിൽസ്മാൻ്റെ പല സെക്ഷൻസ് ഉണ്ടാകാം. ഏത് ഡിപ്പാർട്ട്മെന്റാണ് നിങ്ങൾ പ്രൊഫൈൽ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ സൂപ്പർവൈസർ ഉണ്ടാവും. 2 ഷിഫ്റ്റിംഗ് ആയിട്ടായിരിക്കും നമ്മൾ വരിക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 8 o'clock ആണ്, 8 to 1. അതിനുശേഷം ബ്രേക്ക് ടൈം എടുക്കും. പിന്നെ നിങ്ങൾ 6 to 1. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് സെക്ഷനിലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആ ഒരു ടൈമായിട്ട് വരും. ഇതിൽ തന്നെ സെയിൽസ്മാനെ നിങ്ങൾ അവിടെ പോകും. നിങ്ങൾ കോർഡിനേറ്റ് സെയിൽസ്മാൻസ് ഉണ്ടാവും അവിടെ സൂപ്പർവൈസറായി അവരെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്. സോ അക്കൗണ്ട്സിലാകുമ്പോൾ നമുക്ക് 3 ബ്രാഞ്ചിൽ അക്കൗണ്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. 3 ബ്രാഞ്ചിലേക്കാണ് ഈ സ്പ്ലിറ്റിംഗ് ബ്രോക്കൺ ഷിഫ്റ്റ് സ്ട്രൈറ്റ് ഡ്യൂട്ടി. സ്ട്രൈറ്റ് ഡ്യൂട്ടി വരുമ്പോൾ ടൈം 10 to 10 ആണ് വരിക. ബ്രോക്കൺ ആകുമ്പോൾ 8 to 1, 6 to 1 എന്നുള്ള രീതിയിലാണ് ബ്രോക്കൺ ഷിഫ്റ്റ് വരിക. അപ്പോൾ ഷിഫ്റ്റിംഗ് ടൈം എല്ലാവർക്കും ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഒന്നുകിൽ ബ്രോക്കൺ ഷിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളിലായിരിക്കാം ഉണ്ടാവുക. സോ അത് നിങ്ങൾ ചിലപ്പോൾ ടൈം അനുസരിച്ച് മാറ്റുന്നതായിരിക്കും. മന്ത്ലി ലീവ് എന്ന് വെച്ചാൽ നിങ്ങൾ മന്ത്ലി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ സെക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻചാർജ് സൂപ്പർവൈസർ അതോറിറ്റി ഒരു ഡേറ്റ് തരും. എല്ലാ മാസവും പർട്ടിക്കുലർ അതേ 3-ാം തീയതിയോ 4-ാം തീയതിയോ 5-ാം തീയതിയോ അങ്ങനത്തെ ഒരു ഫോർമാറ്റിംഗ് കാര്യങ്ങൾ കിട്ടൂല. ഓരോ ആൾക്കാർ നമുക്ക് വേറെ സെക്ഷൻസിൽ എല്ലാവരും മന്ത്ലി ലീവ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവർ നോക്കിയിട്ട് ആ മന്ത്ലി ലീവ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫുഡ് ഹാൻഡ്ലിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ നിങ്ങളെല്ലാം വന്നത് ടെൻസ് വിസ കമ്പനീൻ്റെ ഡയറക്റ്റ് വിസയിലാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫുഡ് ഹാൻഡ്ലിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് നമ്മൾ വിസ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാവർക്കും ഉണ്ടാവുക. സൂപ്പർ മാർക്കറ്റ് സെക്ഷനിലായിരിക്കുന്ന ഫുഡ് ഹാൻഡ്ലിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ നടപടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ചെയ്യുന്നത്.